ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചെറിയ വത്തക്ക ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ടിപ്പായിട്ടാണ് വന്നത്. നമുക്ക് വത്തക്ക ജ്യൂസ് ഒരു നല്ല രീതിയിൽ ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് ചുവരി രാവിലെ പൊതുത്തി വെച്ചതാണ്, അതുണ്ട്. പിന്നെ കസ്കസ് ഉണ്ട്, പിന്നെ ഒരു നാരങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ലേശം പുതിന എടുത്തിട്ടുണ്ട്. ഈ ഒരു വത്തക്ക തന്നെ പകുതിയേ ആക്കുന്നുള്ളൂ. നമുക്ക് നേരെ ഇങ്ങനെ മുറിക്കാം. നല്ല ഇപ്പം നമുക്ക് എല്ലാം മാറ്റി വെക്കാം. ഇതിന് പകുതി ഉണ്ടാക്കുന്നുള്ളൂ. ചിലയാൾക്ക് മധുരം വേണമെങ്കിൽ മധുരം ഇട്ടാൽ, ഇതിൽ മധുരം ഉണ്ടല്ലോ. മധുരം കൂടുതൽ വേണ്ടുന്ന ആൾ പിന്നെ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് വേഡോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. ഇങ്ങനെ കോരി എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയും ചെറുനാരങ്ങ എല്ലാം ഇട്ട് പുതിനയെല്ലാം ഇട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാൻ. ചൂട് കാലമാണല്ലോ, അപ്പം നമുക്ക് ഇത് ഇങ്ങനെ വത്തക്കയും മാങ്ങ ജ്യൂസും ഇങ്ങനെ പറ്റുന്ന ഓരോ ജ്യൂസും കുടിക്കണം. എന്നാലേ ശരീരത്തിന് നല്ല ഇതുണ്ടാവും. പച്ചമാങ്ങയും നല്ലതാണ്, ചൂടടിക്കൂല. പച്ചമാങ്ങ ജ്യൂസ് ഫ്രൂട്ട്സ് തോടിനെ കൊണ്ടും അച്ചാറുണ്ടാക്കും. നല്ലൊരു ടേസ്റ്റാണ് അച്ചാർ. കുറച്ച് പണിയുണ്ട് അച്ചാറുണ്ടാക്കാൻ. നല്ല അപ്പം വത്തക്ക ആയാലും ഒന്നിൻ്റെ ഒരു സാധനം ചാടാനില്ല. നല്ല ടേസ്റ്റാണ് അച്ചാറാക്കിയാൽ. വത്തക്കയാക്കും. ഇതിൻ്റെ നല്ല ചെറുങ്ങനെ മുറിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഒരു വറവും ആക്കും. തക്കാളിയെല്ലാം ഇട്ട് ഉള്ളിയെല്ലാം ഇട്ട് നല്ലൊരു അതിനും വെക്കാനുണ്ട്. ഒന്നിൻ്റെ തന്നെ കുറേ ഉണ്ട്. നമുക്ക് മറ്റേ ഒരു പകുതി അത് പിന്നെ ഒരു ദിവസമാക്കാം. സൂപ്പറായിട്ട് ഇതിൻ്റെ അടി കണ്ട എല്ലാം ചൂണ്ടി എടുത്ത് നല്ല വൃത്തിയാക്കി വെച്ച് ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ജ്യൂസാക്കാം. ആദ്യം ജാറിലാണ് പൊടിക്കുന്നത്. ഇത് ജ്യൂസ് അടിക്കുന്നത് നമ്മൾ വലിയ ജാറ് പൊട്ടിപ്പോയി, അതുകൊണ്ട് ബുദ്ധിമുട്ടായിപ്പോയി. നമ്മൾ ചെറിയ ജാറിൽ ഇത് ഒരു വത്തക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നല്ലോണം മുറിച്ചിട്ട് കൊടുക്കാം. ഇത്രയും പുതിനയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു നാരങ്ങ പകുതി എടുത്തിട്ടുണ്ട്, അതും കൂടി. പഞ്ചസാര വേണ്ടുന്നൊക്കെ പഞ്ചസാര ഇടാം, ഇല്ലാത്തവർ ഇതിൽ തന്നെ മധുരം ഉണ്ടല്ലോ, അപ്പം പഞ്ചസാര നമ്മൾ ഇടുന്നില്ല. വേണ്ടുന്നാക്ക് പഞ്ചസാര കൂടുതൽ മധുരം വേണം എന്നുള്ള ആൾ മധുരം ഇടാം. ഏലക്കായ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏലക്കായും ഇതിൻ്റെ അകത്ത് ഇടാം. നമ്മൾ ഇട്ടിട്ടില്ല. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇടാം. ജ്യൂസ് ഇതാക്കി ഇട്ടിട്ടുണ്ട്. ജ്യൂസ് നല്ല വത്തക്ക ജ്യൂസ് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സർവ് ചെയ്യാം.
രണ്ടും മേലാക്കാം. നമ്മളൊരു സ്പൂണ് ചവ്വരി ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു സ്പൂണ് ഈ രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കസ്കസ് ഇടാം. ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ ചവരി കൊടുക്കാം. പിന്നെ കസ്കസ് ഇടുക. പിന്നെയും പരുക. മേലേക്ക് ബാക്കി വരുന്ന കസ്കസെല്ലാം ചേർക്കുക. നമുക്ക് പുതിനയുടെ ഞാൻ കൊടുക്കാം. കൂടാണ്ട് ഒരു നാരങ്ങ പിഴിയണ്ട കുത്തി വെച്ച് ഇട്ട് കൊടുക്കാം. സർബത്ത് വാട്ടർ മെലൺ സർബത്ത് അങ്ങനെ തണ്ണിമത്തൻ്റെ സർബത്താക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ മധുരം ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ആൾക്കാർക്ക് മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് മധുരം ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ദഹനത്തിനും നല്ലതാണ്. ചൂടത്ത് തണ്ണിമത്തൻ നല്ലതാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ നോക്കാം. ഇത് അടിയിലേക്ക് നോക്ക്, നല്ല രസമുണ്ട്. ഈ കസ്കസിൻ്റെ എല്ലാം ഗ്ലാസ്സിൽ ഇങ്ങനെ ഇതായിട്ട് നല്ല കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ എവിടുന്നാണ് ഞങ്ങളെ ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ രാത്രി 8 മണിക്ക് നമ്മളെ ലൈവ് ഉണ്ട്. എല്ലാവരും പ്രഷറും കാണാൻ നോക്കുക. നമുക്ക് സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ട് പോകേണ്ട നിങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ഇത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ. എൻ്റെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയാൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായം ഇടുക. ഓക്കെ. പിന്നെ വേറൊരു ട്രിപ്പുണ്ട്, ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരും. ഇത് ടാക്സിക്കോ ആണ്. ഇത് നമ്മളെ ചട്നീൻ്റെ ഇതിന് മുമ്പേ നമ്മൾ ചട്നീൻ്റെ പ്ലസ് സൈഡ് ചട്നീൻ്റെ കാണിച്ചിട്ടുണ്ട്. കുറേ മുമ്പേ ചട്നി ഉണ്ടാക്കിയിട്ട് കാണിച്ച്. ഇത് നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാലും നല്ലതാണ്. തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് മുടി നല്ല സിൽക്കായിട്ടും നൈസായിട്ടും നല്ല കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാനൊരു ദിവസം വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടിയൊന്നും പറ്റൂല. നല്ല നൈസായിട്ട് സിൽക്ക് പോലെയായി നല്ല സൂപ്പർ മുടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതൊരു ദിവസം കാണിക്കാം. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ചില ആൾക്കാർക്കെല്ലാം ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് കിട്ടും. സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെയെല്ലാം കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ ചട്നീൻ്റെ കുറേ മുമ്പേ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയാൽ ഇതിൻ്റെ ചട്നി നല്ല ഒന്നാം തരം സൂപ്പർ ടേസ്റ്റാണ്. ഇത് നല്ലൊരു ഗുണമുള്ള സാധനം കൂടിയാണ്. നിങ്ങൾ ഇതിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തിരിയും ഇതിൻ്റെ ഗുണം എന്താണെന്ന്. അത് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം അറിയും. അതുകൊണ്ട് ഓക്കെ. എല്ലാവർക്കും അറിയാത്ത എന്താ കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഞാനിങ്ങനെ കഴിയുന്ന പോലെ അതെ ഇടും. അതുകൊണ്ട് എല്ലാ സഹോദരനും സഹോദരിക്കും ഗോഡീസ് ചാനലിൻ്റെ നമ്മൾ രണ്ടുപേരെ ഹൃദയം നിറഞ്ഞ സ്നേഹം. ഓക്കെ.